പ്രിയപ്പെട്ട സുഹൃത്തെ നമസ്കാരം. ജെ ഡീസ് കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. 2021 ജനുവരി 14 ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സ് ജനറൽ നോളേജ്. കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരുടെ ഒരു പ്രധാനപ്പെട്ട ശീലമായിരിക്കണം അറിവുകൾ ശേഖരിക്കുന്നത്. ഓരോ ദിവസവും നമ്മൾ അതിനുവേണ്ടി ശ്രമിച്ചാൽ തീർച്ചയായിട്ടും വരുന്ന ഏതൊരു എക്സാമിനും നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. ഇവിടെ ഈ വീഡിയോ ഓരോ ദിവസവും ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സ് നൽകാൻ ശ്രമിക്കുന്നു. അതേപോലെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. വിച്ച് സ്റ്റേറ്റ് ഹാസ് ബിക്കം ദി 8th സ്റ്റേറ്റ് ഇൻ ദി കൺട്രി ടു സക്സസ്ഫുള്ളി അണ്ടർടേക്ക് ഈസി ഓഫ് ഡൂയിങ് ബിസിനസ് റിഫോം? ഈസി ഓഫ് ഡൂയിങ് ബിസിനസ് പരിഷ്കരണം വിജയകരമായി ഏറ്റെടുക്കുന്ന രാജ്യത്തെ 8ാമത്തെ സംസ്ഥാനമായി മാറിയ സംസ്ഥാനം ഏതാണ്? കേരള. ധനകാര്യ മന്ത്രാലയത്തിൻ്റെ ചെലവ് വകുപ്പ് പരിഷ്കരിച്ച പരിഷ്കാരം ഓപ്പൺ മാർക്കറ്റ് വായ്പയിലൂടെ 2373 കോടി രൂപയുടെ അധിക സാമ്പത്തിക റിസോഴ്സ് സമാഹരിക്കാൻ സംസ്ഥാനത്തിന് യോഗ്യത ലഭിച്ചു. ഇതിനു മുമ്പ് 7 സംസ്ഥാനത്തിന് യോഗ്യത ലഭിച്ച് ആന്ധ്രാപ്രദേശ്, കർണാടക, മധ്യപ്രദേശ്, ഒഡീഷ, രാജസ്ഥാൻ, തമിഴ്നാട്, തെലങ്കാന. Manufacturing of how many Tejas light combat aircraft LCA have been approved by the CCS for the IAF? വ്യോമസേനയ്ക്കായി ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി CCS എത്ര തേജസ് ലൈറ്റ് കോമ്പാറ്റ് വിമാനങ്ങളുടെ നിർമ്മാണത്തിനുള്ള അംഗീകാരം നൽകി? 83 എയർക്രാഫ്റ്റ്. ഇന്ത്യൻ വ്യോമസേനയ്ക്ക് 47,000 കോടി രൂപ മുടക്കി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് 83 തേജസ് ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റ് നിർമ്മിക്കാൻ 2021 ജനുവരി 13 സുരക്ഷാ ക്യാബിനറ്റ് കമ്മിറ്റി അംഗീകാരം നൽകി. ഇതിൽ 73 ഫൈറ്റർ എയർക്രാഫ്റ്റ്സും 10 ട്രെയിനർ എയർക്രാഫ്റ്റും നിർമ്മിക്കാനുള്ള കരാറാണ്. വിച്ച് സ്റ്റേറ്റ് ഹാസ് വെയ്വ്ഡ് ഓഫ് ദി എക്സാമിനേഷൻ ഫീ ഫോർ മെട്രിക്കുലേഷൻ സ്റ്റുഡൻസ് ഓഫ് ദി ഓൺഗോയിങ് അക്കാഡമിക് സെഷൻ? നടന്നുകൊണ്ടിരിക്കുന്ന അക്കാഡമിക് സെഷനിലെ മെട്രിക്കുലേഷൻ വിദ്യാർത്ഥികൾക്കുള്ള പരീക്ഷാ ഫീസ് ഒഴിവാക്കിയ സംസ്ഥാനം? ഒഡീഷ. ചീഫ് മിനിസ്റ്റർ നവീൻ പട്നായിക്കാണ് 2021 ജനുവരി 13 കുട്ടികളുടെ എക്സാം ഫീസ് ഒഴിവാക്കിയതിനുള്ള ഉത്തരവ് ഇറക്കിയത്. How many school children and folk artists to feature in the cultural program of Republic Day Parade 2021? റിപ്പബ്ലിക് ഡേ പരേഡ് 2021 സാംസ്കാരിക പരിപാടിയിൽ എത്ര സ്കൂൾ കുട്ടികളും നാടോടി കലാകാരന്മാരും പങ്കെടുക്കുന്നു? 321 സ്കൂൾ ചിൽഡ്രൻ ആൻഡ് 80 ഫോക്ക് ആർട്ടിസ്റ്റ്. 4 ദില്ലി സ്കൂളുകളിൽ നിന്ന് സ്കൂൾ കുട്ടികളും കൊൽക്കത്തയിലെ ഈസ്റ്റ് സോണൽ കൾച്ചറൽ സെൻറ്ററിലെ നാടോടി കലാകാരന്മാരും സാംസ്കാരിക പരിപാടിയിൽ പങ്കെടുക്കും. ഇതിൽ ഗവൺമെൻറ് ഗേൾസ് സെക്കൻഡറി സ്കൂൾ ഡൽഹി ഹം ഫിറ്റ് ടോ ഇന്ത്യ ഫിറ്റ് എന്ന തീമും DTEA സീനിയർ സെക്കൻഡറി സ്കൂൾ ഡൽഹി തമിഴ്നാടിൻ്റെ നാടോടി നൃത്തങ്ങൾ പ്രദർശിപ്പിക്കുകയും മൗണ്ട് അബു പബ്ലിക് സ്കൂൾ ഡൽഹിയും വിദ്യാഭാരതി സ്കൂൾ ഡൽഹിയും ആത്മനിർഭർ ഭാരത് വിഷൻ ഫോർ എ സെൽഫ് റിലയൻറ്റ് ഇന്ത്യ എന്ന തീമും അവതരിപ്പിക്കും. The United States has redesignated which nation as a state sponsor of terrorism? ഏത് രാജ്യത്തിൻ്റെ തീവ്രവാദത്തിന് സ്റ്റേറ്റ് സ്പോൺസറായി അമേരിക്ക പുനർനാമകരണം ചെയ്തു? ക്യൂബ. തീവ്രവാദികൾ സുരക്ഷിതമായ തുറമുഖം നൽകുന്നതിൽ അന്താരാഷ്ട്ര ഭീകരപ്രവർത്തനങ്ങൾ പതിവായി പിന്തുണ നൽകുന്നതിനായി അമേരിക്ക ക്യൂബയെ തീവ്രവാദത്തിൻ്റെ സ്റ്റേറ്റ് സ്പോൺസറായി പുനർനാമകരണം ചെയ്തു. ഹൂ സെക്യൂർഡ് 4th പൊസിഷൻ ഇൻ ദി ധാക്ക മാരത്തോൺ 2021? ധാക്ക മാരത്തോൺ 2021 ആരാണ് 4ാം സ്ഥാനം കരസ്ഥമാക്കിയത്? ജിഗ്മെറ്റ് ഡോൾമ. ലഡാക്ക് പോലീസിൻ്റെ സൂപ്രണ്ട് ഓഫ് പോലീസ് ജിഗ്മെറ്റ് ഡോൾമയാണ് ധാക്ക മാരത്തോൺ 2021 4ാം സ്ഥാനം കരസ്ഥമാക്കിയത്. 1972 പാകിസ്ഥാൻ ജയിലിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് ബംഗബാന്ധു ഷെയ്ഖ് മുജീബുർ റഹ്മാൻ
മടങ്ങിയതിൻ്റെ സ്മരണയ്ക്കായിട്ടാണ് ധാക്ക മാരത്തോൺ ആരംഭിച്ചത്. ഈ വർഷം 2021 ജനുവരി 11 മാരത്തോൺ സംഘടിപ്പിച്ചു. ഇതിൽ മെൻസ് കാറ്റഗറിയിൽ ഇന്ത്യയിലെ ബഹാദൂർ സിംഗ് ചാമ്പ്യനായപ്പോൾ വിമൻസ് കാറ്റഗറിയിൽ നേപ്പാളിൻ്റെ പുഷ്പ ഭണ്ഡാരി ചാമ്പ്യനായി. Who won the third WTA title by beating Veronika Kudermetova in the Abu Dhabi final on 13th January 2021? 2021 ജനുവരി 13 നടന്ന അബുദാബി ഫൈനലിൽ വെറോണിക്ക കുദർമെറ്റോവയെ പരാജയപ്പെടുത്തി മൂന്നാം WTA കിരീടം നേടിയതാര്? ആര്യാന സബേലങ്ക. ബെലാറസിൻ്റെ താരമായിട്ടുള്ള 22 വയസ്സുകാരി ആര്യാന സബേലങ്കയാണ് വെറോണിക്ക കുദർമെറ്റോവയെ 6-2, 6-2 മാച്ചുകളിൽ തോൽപ്പിച്ചത്. ഈ മാച്ച് നടന്നത് അബുദാബിയിൽ വെച്ചാണ്. നമ്മളിന്ന് ഇത്രയും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് അപ്ഡേറ്റ് ചെയ്തത്. നമ്മൾ ഓരോ പ്രാവശ്യം ഇതേപോലെ അപ്ഡേറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് ഏതൊരു എക്സാമും നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. നമുക്ക് നാളെ വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.